ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങൾ പല വിധത്തിലാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. ചിലപ്പോൾ അത് തെരുവുകളിലെ പ്രകടനങ്ങളാകാം, മറ്റു ചിലപ്പോൾ നിയമ പോരാട്ടങ്ങളാകാം. എന്നാൽ ഡിജിറ്റൽ യുഗത്തിൽ പരിഹാസവും ആക്ഷേപഹാസ്യവും ഭരണകൂടങ്ങൾക്കും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കുമെതിരെയുള്ള ശക്തമായ ആയുധങ്ങളായി മാറാറുണ്ട്. അത്തരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തെ പെട്ടെന്നുണർത്തിയ ഒന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ തലവനിൽ നിന്ന് ഉണ്ടായ ഒരു പരാമർശത്തെ തുടർന്നാണ് ഈ ഡിജിറ്റൽ കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. വെറും ഒരു തമാശയായി തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ 10,000-കണക്കിന് യുവാക്കളും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയും ആകർഷിച്ച ഒരു ജനകീയ മുന്നേറ്റമായി ഇത് മാറുകയായിരുന്നു. ഇന്ത്യൻ യുവാക്കളുടെ തൊഴിലില്ലായ്മയും അവരുടെ ആശങ്കകളെയും അഭിസംബോധന ചെയ്യുന്ന ഒന്നായി ഈ പരിഹാസ പാർട്ടി മാറിയത് എങ്ങനെയെന്ന് പരിശോധിക്കുന്നത് സമകാലിക ഇന്ത്യയുടെ രാഷ്ട്രീയ ബോധത്തെ മനസ്സിലാക്കാൻ സഹായിക്കും. ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം 2026 മെയ് 15-ാം തീയതി സുപ്രീം കോടതിയിൽ നടന്ന ഒരു കേസിന്റെ വാദത്തിനിടയിലാണ്. വ്യാജ നിയമ ബിരുദങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഹർജി പരിഗണിക്കുന്നതിനിടയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ചില വാക്കുകളുടെ പരാമർശങ്ങളാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. രാജ്യത്തെ യുവാക്കളിൽ ഒരു വിഭാഗത്തെ അദ്ദേഹം പ്രാണികളായ പാറ്റകളോട് ഉപമിച്ചു എന്നതായിരുന്നു ഉയർന്നുവന്ന പ്രധാന ആക്ഷേപം. സമൂഹത്തിൽ ഒരു തൊഴിലും ലഭിക്കാത്ത, ഒരു തൊഴിലിലും ഇടം കണ്ടെത്താൻ കഴിയാത്ത ചില യുവാക്കൾ പാറ്റകളെ പോലെ പെരുകുകയാണെന്നും അവരിൽ ചിലർ മാധ്യമപ്രവർത്തകരും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും വിവരാവകാശ പ്രവർത്തകരുമായി മാറി മറ്റുള്ളവരെ ആക്രമിക്കാൻ തുടങ്ങുകയാണെന്നും ചീഫ് ജസ്റ്റിസ് നിരീക്ഷിക്കുകയുണ്ടായി. നീതിയുടെയും സമത്വത്തിന്റെയും കാവലാളാകേണ്ട സുപ്രീം കോടതിയുടെ അമരക്കാരനിൽ നിന്ന് ഇത്തരമൊരു വാക്ക് കേൾക്കേണ്ടി വന്നത് രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിൽ രഹിതരായ യുവാക്കളെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. കടുത്ത മത്സര പരീക്ഷകൾ എഴുതിയും കഠിനാധ്വാനം ചെയ്തിട്ടും ജോലി ലഭിക്കാതെ പോകുന്ന ലക്ഷക്കണക്കിന് യുവാക്കൾ ജീവിക്കുന്ന ഒരു രാജ്യത്താണ് ഈ പരാമർശമുണ്ടായത് എന്നത് പ്രതിഷേധത്തിന്റെ ആക്കം കൂട്ടി. ജനാധിപത്യ സംവിധാനത്തിൽ പൗരന്റെ പ്രധാന ആയുധങ്ങളായ വിവരാവകാശ നിയമത്തെയും സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടലുകളെയും ഇത്തരത്തിൽ മോശമായി ചിത്രീകരിച്ചതിനെതിരെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. അപമാനിക്കപ്പെട്ട ഈ യുവാക്കൾ തങ്ങളുടെ അമർഷം രേഖപ്പെടുത്താൻ തിരഞ്ഞെടുത്തത് വളരെ വ്യത്യസ്തമായ ഒരു പ്രതിരോധ മാർഗമായിരുന്നു. അവഹേളനത്തെ അവർ ഒരു സംഘടനയാക്കി മാറ്റാൻ തീരുമാനിച്ചു. ഇനി ആരാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പിന്നിൽ? പരിശോധിക്കാം. ചീഫ് ജസ്റ്റിസിന്റെ വിവാദ പ്രസ്താവന പുറത്തുവന്ന് 24 മണിക്കൂറുകൾക്കകം, അതായത് മെയ് 16-ാം തീയതി സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ജന്മമെടുത്തു. ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്ററും രാഷ്ട്രീയ നിരീക്ഷകനുമായ അഭിജിത്ത് ദീപ്കയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു ഔദ്യോഗിക പേജ് എക്സ് പ്ലാറ്റ്ഫോമിൽ ആരംഭിച്ചത്. തന്നെ പാർട്ടിയുടെ ഫൗണ്ടിംഗ് പ്രസിഡന്റായി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അധികാരികളുടെ ആക്ഷേപത്തെ അതേപടി ഏറ്റുവാങ്ങി അതിനെ ഒരു ബാഡ്ജ് പോലെ ധരിക്കാനാണ് അദ്ദേഹം യുവാക്കളോട് ആഹ്വാനം ചെയ്തത്. ഇതിനായി ഒരു പ്രത്യേക വെബ്സൈറ്റും അവർ നിലവിൽ വരുത്തി. മടിയന്മാരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദം എന്ന ടാഗ്ലൈനോടെയാണ് ഈ പ്ലാറ്റ്ഫോം രംഗത്ത് വന്നത്. വളരെ പെട്ടെന്ന് ഈ കൂട്ടായ്മ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറി. വെറും 24 മണിക്കൂറുകൾക്കുള്ളിൽ 15,000-ത്തിലധികം ആളുകൾ ഇവരുടെ എക്സ് പേജ് ഫോളോ ചെയ്യാൻ തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ ഈ വ്യാജ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ തങ്ങൾ അംഗങ്ങളായെന്ന് പ്രഖ്യാപിച്ച് 40,000-ത്തോളം ആളുകളാണ് രജിസ്റ്റർ ചെയ്തത്. ജനാധിപത്യ വ്യവസ്ഥിതി തങ്ങളെ എണ്ണാൻ മറന്നുപോയെന്നും തങ്ങൾ സ്പോൺസർമാരില്ലാത്ത ഒരു വലിയ കൂട്ടമാണെന്നും ഈ പാർട്ടി അവകാശപ്പെട്ടു. ഭരണഘടനയോട് പൂർണ്ണമായ ആദരവ് പുലർത്തുന്നവരാണ് തങ്ങളെന്നും തങ്ങളെ സാമൂഹിക വിരുദ്ധരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ ജനകീയ പങ്കാളിത്തമെന്നും പാർട്ടിയുടെ സ്ഥാപകർ വ്യക്തമാക്കി. ഒരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമായി കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വെച്ച അംഗത്വ മാനദണ്ഡങ്ങൾ വളരെ രസകരവും അതേസമയം ചിന്തനീയവുമായിരുന്നു. ഇതിൽ ഒന്നാമത്തെ യോഗ്യത എന്നത് തൊഴിലില്ലായ്മയായിരുന്നു. അത് സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായതാണോ അതോ സ്വന്തം താല്പര്യം കൊണ്ടുള്ളതാണോ എന്ന് തങ്ങൾ ചോദിക്കില്ലെന്ന് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാമതായി ശരീരം കൊണ്ട് മാത്രം മടിയന്മാരായിരിക്കണം, എന്നാൽ തലച്ചോറ് നിരന്തരം ചിന്തിച്ചുകൊണ്ടേയിരിക്കണം എന്നതായിരുന്നു. മൂന്നാമത്തെ മാനദണ്ഡം എന്നത് ദിവസത്തിൽ കുറഞ്ഞത് 11 മണിക്കൂറെങ്കിലും ഓൺലൈനിൽ സജീവമായിരിക്കണം എന്നതായിരുന്നു. നാലാമതായി സമൂഹത്തിൽ കൃത്യമായ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ കടുത്ത ഭാഷയിൽ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കാൻ സാധിക്കുന്നവരുമായിരിക്കണം. മേൽപ്പറഞ്ഞ യോഗ്യതകൾ ഒറ്റനോട്ടത്തിൽ ഒരു തമാശയായി തോന്നാമെങ്കിലും അവ സമകാലിക ഇന്ത്യൻ യുവാക്കളുടെ വലിയൊരു അവസ്ഥയെയാണ് പ്രതിപാദിക്കുന്നത്. ജെൻസി എന്ന് വിളിക്കപ്പെടുന്ന ഇന്നത്തെ യുവതലമുറ നേരിടുന്ന കടുത്ത മാനസിക സമ്മർദ്ദങ്ങളും ഇന്റർനെറ്റ് ലോകത്തെ അവരുടെ അമിത സാന്നിധ്യവും വ്യവസ്ഥിതികളോടുള്ള അവരുടെ വിയോജിപ്പും ഈ മാനദണ്ഡങ്ങളിൽ കൃത്യമായി നിഴലിച്ചു കാണാം. ജാതിയോ മതമോ ലിംഗഭേദമോ നോക്കാതെ ആർക്കും തങ്ങളുടെ ഭാഗമാകാം എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ നിലവിലെ രാഷ്ട്രീയ വ്യവസ്ഥിതികളോടുള്ള കടുത്ത വിയോജിപ്പും ഈ ആക്ഷേപഹാസ്യ കൂട്ടായ്മ പ്രകടമാക്കി. സോഷ്യൽ മീഡിയയിലെ സാധാരണക്കാരായ യുവാക്കളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വളർച്ച. രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ കൂടി ഈ കൂട്ടായ്മയിൽ ചേരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചതോടെ സംഭവം കൂടുതൽ ഗൗരവമുള്ള ചർച്ചയായി മാറുകയായിരുന്നു.
തൃണമൂൽ കോൺഗ്രസ് എംപിമാരായ മഹുവ മൊയ്ത്രയും കീർത്തി ആസാദും പരസ്യമായി ഈ പാർട്ടിയിൽ അംഗത്വമെടുക്കാൻ മുന്നോട്ട് വന്നു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം കൂടിയായ കീർത്തി ആസാദ് തനിക്ക് ഈ പാർട്ടിയിൽ ചേരാൻ എന്താണ് യോഗ്യത എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുകയുണ്ടായി. അതിന് മറുപടിയായി ഭാരതം 1983 ലോകകപ്പ് നേടിയ ടീമിൽ അംഗമായിരുന്നത് തന്നെ വലിയൊരു യോഗ്യതയാണെന്ന് പറഞ്ഞ് CJP അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ പ്രമുഖ നേതാവായ മഹുവ മൊയ്ത്രയും തനിക്ക് ഈ പാർട്ടിയുടെ ഭാഗമാകാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാക്കളെ നിരന്തരം ഭരണകൂടം രാജ്യവിരുദ്ധർ എന്ന് വിളിക്കുന്നതിനെ പരിഹസിച്ചുകൊണ്ട് താൻ ആന്റി നാഷണൽ പാർട്ടിയിലെ അംഗമാണെങ്കിലും ഈ കോക്രോച്ച് പാർട്ടിയിൽ കൂടി ചേരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവർ കുറിച്ചത്. ജനാധിപത്യത്തിന് താങ്ങായി നിൽക്കുന്ന ശക്തിയായ പോരാളിയാണ് നിങ്ങളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി മഹുവയെ തങ്ങളുടെ കൂട്ടത്തിലേക്ക് വരവേറ്റത്. രാഷ്ട്രീയ നേതാക്കളുടെ ഈ ഇടപെടലോടെ മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വിഷയത്തെ ഗൗരവമായി ചർച്ച ചെയ്യാൻ നിർബന്ധിതരായി. ഈ കൂട്ടായ്മ കേവലം ഒരു ഓൺലൈൻ ട്രോൾ പേജ് മാത്രമായിരുന്നില്ല, മറിച്ച് അവർ കൃത്യമായ രാഷ്ട്രീയ ആവശ്യങ്ങളടങ്ങിയ 5 തത്വങ്ങളുടെ ഒരു പ്രകടന പത്രിക തന്നെ പുറത്തുവിടുകയുണ്ടായി. ഇതിൽ ഒന്നാമത്തെ ആവശ്യം എന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്നും വിരമിക്കുന്ന ആർക്കും തന്നെ അതിനുശേഷമുള്ള പ്രതിഫലമെന്നോണം രാജ്യസഭാ സീറ്റുകൾ നൽകാൻ പാടില്ല എന്നതാണ്. ആ നീതിന്യായ വ്യവസ്ഥയുടെ സുതാര്യത ഉറപ്പാക്കാൻ ഇത് അത്യാവശ്യമാണെന്ന് അവർ വാദിച്ചു. രണ്ടാമതായി, രാജ്യത്ത് ഏതെങ്കിലും ഒരു പൗരന്റെ യഥാർത്ഥ വോട്ട് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടാൽ അതിന് ഉത്തരവാദിയായ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ UAPA നിയമപ്രകാരം അറസ്റ്റ് ചെയ്യണമെന്നതാണ്. പൗരന്റെ വോട്ടവകാശം നിഷേധിക്കുന്നത് ഭീകരവാദത്തിന് തുല്യമാണെന്നാണ് അവർ വ്യക്തമാക്കിയത്. മൂന്നാമത്തെ ആവശ്യം, പാർലമെന്റിലും ക്യാബിനറ്റ് പദവികളിലും സ്ത്രീകൾക്ക് 33% മറിച്ച് കൃത്യമായി 50% സംവരണം നൽകണമെന്നതായിരുന്നു. നാലാമതായി, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഉറപ്പാക്കണമെന്നും ഭരണകൂട അനുകൂല മാധ്യമ പ്രവർത്തകരുടെ ബാങ്ക് അക്കൗണ്ടുകൾ അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. അടുത്ത ആവശ്യം എന്നത് ഒരു പാർട്ടിയിൽ നിന്നും ജയിച്ച ശേഷം മറ്റൊരു പാർട്ടിയിലേക്ക് കൂറുമാറുന്ന ജനപ്രതിനിധികളെ 20 വർഷത്തേക്ക് യാതൊരു പൊതു പദവികളും വഹിക്കുന്നതിൽ നിന്നും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കണം എന്നതാണ്. ഈ ആവശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് പരിഹാസത്തിന്റെ മുഖംമൂടി അണിഞ്ഞിട്ടുണ്ടെങ്കിലും രാജ്യത്തെ ജനാധിപത്യ തകർച്ചയ്ക്കെതിരെയുള്ള കൃത്യമായ രാഷ്ട്രീയ വിമർശനങ്ങളാണ് ഈ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ്. ചീഫ് ജസ്റ്റിസ് നടത്തിയ പാറ്റ പരാമർശം കേവലം ഒരു വാക്ക് എന്നതിനപ്പുറം വലിയൊരു മാനുഷിക പ്രശ്നമായാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്നവർ സാധാരണ ജനങ്ങളെ കീടങ്ങളോട് ഉപമിക്കുന്നത് അപകടകരമായ ഒരു പ്രവണതയാണെന്ന് ദി വയർ പോലെയുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ചരിത്രത്തിൽ, പ്രത്യേകിച്ച് 1994 റുവാണ്ടയിൽ നടന്ന കൂട്ടക്കൊലയുടെ സമയത്ത് ഒരു പ്രത്യേക ജനവിഭാഗത്തെ അധിക്ഷേപിക്കാനും അവരെ ഇല്ലാതെയാക്കാനും റേഡിയോകളിലൂടെ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന വാക്കാണ് ഇൻവെൻസി അഥവാ പാറ്റകൾ എന്നത്. മനുഷ്യരല്ലാതാക്കി ചിത്രീകരിക്കുന്ന ഇത്തരം പ്രയോഗങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമല്ല എന്നതുകൊണ്ടാണ് ഇന്ത്യൻ യുവാക്കൾ ഇതിനെതിരെ ഇത്ര ശക്തമായി പ്രതികരിച്ചത്. വിഷയം വലിയ വിവാദമായതോടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തന്നെ തന്റെ പ്രസ്താവനയിൽ വിശദീകരണവുമായി രംഗത്തെത്തുകയായിരുന്നു. തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഉണ്ടായതെന്നും രാജ്യത്തെ യുവാക്കളെ താൻ അധിക്ഷേപിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യാജ ബിരുദങ്ങൾ കാണിച്ച് അഭിഭാഷക വൃത്തിയിലേക്കും മാധ്യമ പ്രവർത്തനത്തിലേക്കും കടന്നുകൂടി വ്യവസ്ഥിതികളെ തകർക്കാൻ ശ്രമിക്കുന്ന പരാന്ന ഭോജികളെയാണ് താൻ ഉദ്ദേശിച്ചതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. ഭാരതത്തിലെ യുവതലമുറയെ ഓർത്ത് താൻ അഭിമാനിക്കുന്നുണ്ടെന്നും അവരാണ് രാജ്യത്തിന്റെ ഭാവി തൂണുകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ വിശദീകരണം വന്നിട്ടും കോക്രോച്ച് ജനതാ പാർട്ടി തങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല. പകരം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഡിജിറ്റൽ യുഗത്തിലെ രാഷ്ട്രീയ പ്രതിരോധങ്ങൾ എത്രത്തോളം വേഗതയേറിയതും സ്വാധീനമുള്ളതുമാണെന്ന് തെളിയിക്കുന്നതാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഉദയം. അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന അഹങ്കാരത്തിന്റെയോ അധിക്ഷേപത്തിന്റെയോ വാക്കുകളെ ജനങ്ങൾ എങ്ങനെ തങ്ങളുടെ ആയുധങ്ങളാക്കുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണിത്. യുവാക്കൾ തെരുവുകളിലിറങ്ങി പ്ലക്കാർഡുകൾ ഏന്തി ഞാനൊരു പാറ്റയാണ് എന്നെഴുതി കാണിച്ചുകൊണ്ട് നഗരങ്ങളിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്ന തരത്തിലുള്ള വ്യത്യസ്തമായ സമരമുറകൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചു. അധികാരികൾ സാധാരണക്കാരെ നിസ്സാരമായി കാണുമ്പോൾ ആ നിസ്സാരതയെ തന്നെ ഒരു വലിയ പ്രതിരോധ കോട്ടയാക്കി മാറ്റാൻ പുതിയ തലമുറയ്ക്ക് സാധിക്കുന്നുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി ഒരു യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയായി മാറാൻ പോകുന്നില്ലായിരിക്കാം. എന്നാൽ അത് ഭരണവർഗത്തിന് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യവും വിവരാവകാശ നിയമങ്ങളും ഉപയോഗിക്കുന്ന പൗരന്മാരെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചാൽ അവർ അതിനെയെല്ലാം ജനകീയമായ മുന്നേറ്റങ്ങളായി മാറ്റും എന്ന പാഠമാണ് ഈ ഡിജിറ്റൽ യുദ്ധം നമുക്ക് നൽകുന്നത്. പരിഹാസം എന്നത് കേവലം ചിരിക്കാനുള്ളതല്ല, മറിച്ച് അത് ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കാനുള്ള ഏറ്റവും മൂർച്ചയേറിയ ആയുധം കൂടിയാണെന്ന് ഈ പാറ്റകളുടെ കൂട്ടായ്മ തെളിയിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.